കഴിഞ്ഞ ഒരു 3 ദിവസമായി എല്ലാ പ്രദേശങ്ങളിലും ഓടിയെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് വരുന്നത്. തരംഗമോ മറ്റ് ആളുകൾ പറയുന്ന പോലെ അവരുടെ കുത്തകയാണ്, അല്ലെങ്കിൽ തൂക്കും, അങ്ങനത്തെ ഭാഷയൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. കേരളത്തിൽ വികസനം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും ഒരുമയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ, നിയമം യഥാർത്ഥ കേരള സ്റ്റോറി ആകണമെങ്കിൽ തീർച്ചയായിട്ടും UDFൻ്റെ ഒരു പ്രതിനിധി വിജയിക്കണം. ത്രികോണ മത്സരം ആയിരിക്കും. ആ ത്രികോണ മത്സരത്തിൽ മുന്നോട്ട് കയറി വരുന്നത് UDF ആയിരിക്കും. വേറെ ആരും വഴി പോകേണ്ട ആവശ്യം എനിക്കില്ല. ഉയരങ്ങളിൽ കയറി MLA കാണേണ്ട ആവശ്യമൊന്നുമില്ല. വിളിച്ചാലപ്പം സ്വിഗ്ഗി മോഡൽ MLA ആണ്, ഞാൻ അങ്ങോട്ട് വരും. നമസ്കാരം. വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് നേമം UDFൻ്റെ സ്ഥാനാർത്ഥിയായ ശബരിനാഥനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മണ്ഡലത്തിലെ ഒരു CSI പള്ളിയിൽ വോട്ടർമാരെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ഒരു 3 ദിവസമായി എല്ലാ പ്രദേശങ്ങളിലും ഓടിയെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് വരുന്നത്. ഇത്തവണ നിയമം തിരുത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും UDF നിയമത്തിൽ നല്ല വിജയമുണ്ടാകും. കോൺഗ്രസ് തരംഗമുണ്ടോ? ഞാൻ തരംഗമോ മറ്റ് ആളുകൾ പറയുന്ന പോലെ അവരുടെ കുത്തകയാണ്, അല്ലെങ്കിൽ തൂക്കും, അങ്ങനത്തെ ഭാഷയൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇവിടെ നിശബ്ദമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സിലേക്ക് വോട്ടുകൾ വരും. ഇവിടെ കഴിഞ്ഞ ഇലക്ഷനും നമ്മൾ അവസാനം ഒരു ചെറിയ കാല പ്രവർത്തിച്ചിട്ട് പോലും നല്ല വോട്ട് ഇവിടെ കിട്ടിയതാണ്. ഇവിടെ ഈ നിയമം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, കേരളത്തിൽ വികസനം ഉണ്ടാകണമെങ്കിൽ, എല്ലാവർക്കും ഒരുമയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ, നിയമം യഥാർത്ഥ കേരള സ്റ്റോറി ആകണമെങ്കിൽ തീർച്ചയായിട്ടും UDFൻ്റെ ഒരു പ്രതിനിധി വിജയിക്കണം. അത് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള പ്രക്രിയയായിട്ട് പോവുകയാണ്. നമുക്ക് ആരോടും വിദ്വേഷമില്ല, എല്ലാവരോടും സ്നേഹമുണ്ട്, അതോടൊപ്പം ശക്തമായിട്ടുള്ള നിലപാടുമുണ്ട്. നിയമം ഇത്തവണ കേരളം UDFനോടൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യ പ്രചരണ വിഷയം എന്താണ്? മുഖ്യ പ്രചരണ വിഷയം ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് സർക്കാരിൻ്റെ ചെയ്തികൾ തന്നെയാണ്. സർക്കാർ തകർത്തിട്ട ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നിയമം തന്നെയാണ്. തിരുവനന്തപുരം നഗരമാണ്. കൂടുതൽ വികസന കുതിപ്പ് നിയമത്തിനുണ്ടാകണം. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ കേരള സ്റ്റോറി, സന്തോഷത്തോടെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന കേരളത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെയാണ് നിയമം എന്ന് തിരികെ നമുക്ക് ചില ആളുകൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മതനിരപേക്ഷമായി എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷമായി പോകുവാനും എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് വരാൻ പറ്റുന്ന ഒരു നാടായി നേരത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് ഭാവിയിലേക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ UDFന് വോട്ടെന്നാണ് ചോദിക്കുന്നത്. ത്രികോണ മത്സരം ആയിരിക്കും. ആ ത്രികോണ മത്സരത്തിൽ മുന്നോട്ട് കയറി വരുന്നത് UDF ആയിരിക്കും. BJP ശക്തമായിട്ട് ഉണ്ടല്ലോ. അവർക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ എന്നവർ പറയുന്ന ആളുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മന്ത്രിയായിട്ടുള്ള ആളാണ്. UDFൻ്റെ സ്ഥാനാർത്ഥിയും പാർട്ടിക്കകത്തുള്ള വലിയ തെറ്റില്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞു ഇവിടത്തുകാരനാണ്. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം നടത്തി പഠിച്ച് വെളിയിൽ പോയി തിരികെ വന്ന് ഇവിടെ നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനത്തിന് വരുന്ന ഒരാളാണ്. ഏത് സെക്കൻഡും ഏത് കാര്യത്തിലും ഓടിയെത്താൻ ഒരു മനസ്സുള്ള പ്രാപ്തനായിട്ടുള്ള ഒരാളാണ്. അതോടൊപ്പം നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാനും എൻ്റെ വീടിൻ്റെ ഡോറുകൾ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരാളാണ്. ഏത് പാതിരാത്രിയായാലും ഒരു വിഷമമില്ലാതെ നേരിട്ട് ഫോൺ വിളിക്കാൻ പറ്റുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. വേറെ ആരും വഴി പോകേണ്ട ആവശ്യം എനിക്കില്ല. ഉയരങ്ങളിൽ കയറി MLA കാണേണ്ട ആവശ്യമൊന്നുമില്ല. വിളിച്ചാലപ്പം സ്വിഗ്ഗി മോഡൽ MLA ആണ്, ഞാൻ അങ്ങോട്ട് വരും. എന്തായാലും നമ്മൾ തന്നെ ഇപ്പോൾ ബൈറ്റ് എടുക്കാൻ വേണ്ടി വളരെ നെട്ടോട്ടം ഓടിക്കൊണ്ടാണ് ശബരിയെ കാണാൻ ഈ പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരുപാട് ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പ്രധാനമായി ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നിയമമണ്ഡലത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ്? പ്രധാന വിഷയം, ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായി, പ്രത്യേകിച്ച് ഉത്സവ സീസണാണല്ലോ, ഒന്നിപ്പോൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ, പലയിടത്തും പൊങ്കാലകൾ നടക്കുന്നു, ഇപ്പോൾ വിശുദ്ധവാരമാണ്. മെയിൻ പ്രശ്നം കുടിവെള്ളമാണ്. ഞാൻ ഇന്നലെ ഇതൊരു മന്ത്രിയുടെ മണ്ഡലമായിട്ട് പോലും ഒരു ഉത്സവത്തിന് പോയപ്പോൾ അവിടെ 3-4 ദിവസമായിട്ട് വെള്ളമില്ല. അപ്പോൾ പൊങ്കാലയ്ക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകൾ വെള്ളമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ ബുദ്ധിമുട്ട് ഞാൻ പെരുന്നാളിൻ്റെ ദിവസം ഇവിടെ പുത്തമ്പള്ളി പോയപ്പോഴും മണക്കാട് വലിയാളിൽ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു. കാരണം വെള്ളമില്ല എന്നുള്ള പ്രശ്നം, അതേ പ്രശ്നം ഇവിടെ പറയുകയാണ്. അപ്പോൾ നിയമം
ഈ പറയപ്പെടുന്ന തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള മേഖലയോട് ചേർത്ത പ്രദേശമാണ്. പക്ഷേ ഇവിടെ കുടിവെള്ളത്തിൻ്റെ വലിയൊരു ഇഷ്യമുണ്ട്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂ ഉണ്ട്. ഇത് തന്നെ ഏറ്റവും മോശപ്പെട്ട് കിടന്ന റോഡ്, വർഷങ്ങളായി മോശപ്പെട്ട് കിടക്കുന്ന റോഡുകളുടെ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ തിരികെ വരണം. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് നാട്ടിൽ തിരിച്ചു വന്ന് ജോലി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ ഞാനൊരു 7 വയസ്സുള്ള കുട്ടിയുടെ അച്ഛനാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലിവിടെ ഇല്ല. ഇവിടെ 5 ലക്ഷം സർക്കാർ ജോലിക്കാർക്ക് വേണ്ടി ആൾക്കാർ ജീവിക്കുന്നത്. അതല്ല, പുതിയ തൊഴിൽ സംവിധാനങ്ങൾ ഇവിടെ വരണം, സന്തോഷത്തോടെ. ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇവിടെ സമാധാനത്തോടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുകയാണെന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരും. കൂടുതൽ അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരും. കൂടുതൽ തൊഴിലവസരങ്ങൾ വരുമ്പോഴത്തേക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒരു സൈക്കിളാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാവിയിൽ ഞാൻ ഒറ്റവാക്കി പറയുന്നു, സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയാവുന്ന ഒരു ഭാവിയുടെ നിയമം സൃഷ്ടിക്കുക. സിമ്പിളാണ്, അതെല്ലാം ഉണ്ട് അതിനകത്ത്. എത്ര വോട്ടിന് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷവും കണക്കൊന്നും ഞാൻ പറയുന്നില്ല, ത്രികോണ പോരാട്ടമാണ്. അതിൽ ഞാൻ അരിത്മെറ്റിക്കാണ്. 1 വോട്ട് കൂടുതൽ കിട്ടുന്ന ആൾ ജയിക്കും. ആ കൂടുതൽ കിട്ടി ജയിക്കുന്ന സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. എല്ലാവിധ ആശംസകളും. ഓക്കെ, എന്തായാലും നേമത്ത് ത്രികോണപ്പോര് തന്നെ ആയിരിക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.